നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളിലെ മുൻനിര ശക്തിയായി കുതിച്ചുയരുന്ന ഇന്ത്യക്ക് ഇന്ധനമേകുന്ന സംരംഭകരിൽ ഒരാളാണ് ഗൗതം അദാനി. അതുതന്നെയാണ് ആഗോള മാഫിയകളുടെ കറുത്ത കരങ്ങൾ അദാനിക്ക് നേരെ നീളുവാൻ കാരണവും. അമേരിക്ക ഒഴികെ ആരായാലും തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വളർന്നു വരുവാൻ അവർ അനുവദിക്കാറില്ല. വ്ളാഡിമിർ പുടിനോടുള്ള അമേരിക്കയുടെ തീർത്താൽ തീരാത്ത പകയും ഇസ്രയേൽ എന്ന സാങ്കേതിക മികവുള്ള രാജ്യത്തോടുള്ള വിരോധവും ഒക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിന് സ്വന്തം താല്പര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ബലം കിട്ടുന്നത് ബഹുരാഷ്ട്ര കമ്പനികളെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന US-ലെ ഗൂഢരാഷ്ട്ര മാഫിയയ്ക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമാവില്ല. ബൈഡന്റെ കാലത്ത് ഡീപ് സ്റ്റേറ്റ് കരുത്തുറ്റവരായിരുന്നു. ആഗോള കോടീശ്വരൻ ജോർജ് സെറോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നീക്കിയ കരുക്കൾ, അദാനിക്കെതിരെ എടുത്ത നിലപാടുകൾ ഒക്കെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ കളികളായിരുന്നു. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചത് അവർക്കുള്ള അടുത്ത പ്രഹരമായിരുന്നു. അദാനിയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ട്രംപിനെ വരെ ചാക്കിലാക്കാനുള്ള കരുക്ക് ഡീപ് സ്റ്റേറ്റിനുണ്ട്. അവരുടെ തന്ത്രം എതിരാളിയെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കുക എന്നതുതന്നെ. ഡെമോക്രാറ്റുകളും ജോ ബൈഡനും അധികാരം വിട്ടൊഴിയുകയും പകരം റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും അധികാരത്തിൽ വരികയും ചെയ്തതോടെ ഡീപ് സ്റ്റേറ്റിന് കാര്യമായി ഒന്നും ചെയ്യാനാവില്ല എന്ന പ്രതീതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. 1 വർഷം മുൻപ് ഹിൻഡൻബർഗ് അദാനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ചാർത്തിയപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന രഹസ്യ സംഘത്തിലെ അംഗമായ ജോർജ് സറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ പറഞ്ഞത് അദാനിക്കെതിരെ ആരോപണങ്ങൾ വന്നതോടെ ഇനി മോദി ദുർബലനാവും എന്നാണ്. അന്ന് അദാനിയെ വീഴ്ത്തുന്നതിലൂടെ മോദിയെ വളയുക എന്നതായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. ദുർബലമായ രാജ്യങ്ങളിലെ ശക്തരായ ഭരണാധികാരികളെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്ന ഗൂഢസംഘമാണ് ഡീപ് സ്റ്റേറ്റ്. ഇതിൽ അമേരിക്കൻ സർക്കാർ പ്രതിനിധികൾ മുതൽ ശതകോടീശ്വരന്മാർ, വിവിധ രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകൾ, രാഷ്ട്രീയക്കാർ, NGO-കൾ എന്നിവർ അംഗങ്ങളാണ്. ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം തന്നെയാണോ ഇന്ത്യക്കെതിരെ ശക്തമായി നടക്കുന്നത് എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് പ്രതിപക്ഷം അറിഞ്ഞോ അറിയാതെയോ കുടപിടിക്കുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. വൻ വ്യവസായ പ്രമുഖരുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും നിർമ്മിക്കാനുമുള്ള ഒരു ചീപ്പ് ലേബർ രാഷ്ട്രമെന്ന നിലയിൽ നിന്നും ഇന്ത്യയെ ഒരുപാട് മുകളിലേക്ക് വളർത്തും. നമ്മുടെ രാഷ്ട്രം സ്വയം പര്യാപ്തമായാൽ അതിന് ലഭിക്കുന്ന നെഗോഷിയേഷൻ പവർ വളരെ വലുതാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദാനിയെയും അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യത്തെയും US ലക്ഷ്യം വെക്കുന്നത്. തങ്ങളുടെ ആഗോള സ്വാധീനവും സ്വീകാര്യതയും വിശാലമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ വ്യവസായികളുടെ പ്രശസ്തി കളങ്കപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കറുത്ത മാഫിയ തന്നെയാണ് ഈ ഡെമോക്രാറ്റുകൾ. ഈ പ്രക്രിയയിൽ മോദിയുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ലക്ഷ്യമിട്ട് അവർ തങ്ങളുടെ കൂലിപ്പടയാളിയായ സറോസിനെയും അദ്ദേഹത്തിന്റെ വിപുലമായ ശൃംഖലയുടെയും സേവനം അദാനിക്കെതിരെ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ ഉപയോഗിക്കുന്നു. കാനഡയിൽ ഖാലിസ്ഥാൻ തീവ്രവാദി നിജാർ വധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി മോദി അറിഞ്ഞെന്ന കുറ്റപ്പെടുത്തൽ കാനഡ നടത്തിയതിന് പിന്നാലെയാണ് US പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പ് കരാർ കിട്ടാൻ $26.5 കോടി കൈക്കൂലി കൊടുത്തതായി ആരോപിച്ചിരിക്കുന്നത്. ഗൗതം അദാനിക്കെതിരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അദാനിക്കും വിനീത് ജെയിനിനെതിരെയും കേസെടുത്തതായി വാർത്തകൾ വന്നതിനെ വളച്ചൊടിക്കുകയാണ് പ്രതിപക്ഷം. അദാനിക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യയുടെ നട്ടെല്ലൊടിക്കുമെന്ന് ഗൂഢശക്തികൾക്കറിയാം. അതിനെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.